ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീനിയ. ഞാനിവിടെ UK ഒരു ബാൻഡ് 5 രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസ് യൂഷ്വൽ അപ്പം ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് 12 to 8 ആണ് കേട്ടോ ഷിഫ്റ്റ്. 12 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 o'clock വരുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലേറ്റ് ഷിഫ്റ്റ് പോലെ. അപ്പം നമുക്ക് 12 മണിയാകുമ്പോഴേക്കും അടിച്ചെന്നാൽ മതി. അപ്പോഴേക്കും അത്യാവശ്യം തിരക്കുള്ളൊരു സമയമായിരിക്കും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ആ തിരക്കിൻ്റെ കൂടെ ചെന്ന് നമുക്ക് ആ ഫ്ലോയിലേക്ക് അങ്ങ് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ടൈം കഴിയുമ്പോൾ അവർ ലഞ്ച് ബ്രേക്കിനൊക്കെ വിടും. അപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു ഷിഫ്റ്റാണ്. പക്ഷേ എല്ലാ ദിവസവും കിട്ടില്ല. വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ വൺസ് ഇൻ 2 weeksൊക്കെയാണ് ഇങ്ങനെ ഒരു ലേറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുക. അതവർ അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു ഷിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ UK എന്ന് പറഞ്ഞാൽ മിക്കവരും തന്നെ പുതിയതായിട്ട് മൂവ് ചെയ്തവരൊക്കെ തന്നെ ഒരിടത്താവളമായിട്ട് കണ്ടൊരു സ്ഥലം. അതായത് വന്നു UK ഒരു 3 years കോൺട്രാക്റ്റിലായിരുന്നു അവർ കയറ്റിയത്. ആ 3 years കഴിഞ്ഞപ്പോൾ വന്നവരൊക്കെ തന്നെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോസസ്സിങ് ചെയ്ത് അവർ മൂവ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ട് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ പറയുന്നത് UK വെതറാണ് കേട്ടോ. UK വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദേ സ്പ്രിങ് ആയി. കഴിഞ്ഞ ദിവസം ഞാൻ നല്ല വെയിലത്ത് അത്യാവശ്യം സമ്മർ വെയറൊക്കെ ഇട്ട് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇന്നലെ രാത്രി പെട്ടെന്ന് ഒരു 5:30 ആയപ്പോഴാണ് തോന്നുന്നു ഞെട്ടി ഞാൻ എണീറ്റ്. ഞാൻ വിചാരിച്ചു ഭൂമി കുലുക്കമായിരിക്കും ഇനി. കാരണം ഇവിടെ വന്നിട്ട് ഇടിയും മഴയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു തവണ എന്തോ ഇടി വെട്ടുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം പെട്ടെന്ന് വീടിനൊക്കെ ചെറിയൊരു കുലുക്കമൊക്കെ പോലെ. അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ കിടന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര ഭൂമി കുലുക്കാണോ, വീടൊക്കെ എല്ലാം ഇങ്ങനെ ഓടിട്ട വീടുകൾ, പഴയ ടൈപ്പ് വീടുകളാണല്ലോ ഇവിടെ. വീടെങ്ങാനും ഇടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ, ജീവിതം തീർന്നല്ലോ എന്നൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK വെതറാണ് ഇവിടെ നിന്ന് ആളുകൾ മൂവ് ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ റീസണായിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ സ്പ്രിങ് ആയി. ഇന്നലെ രാത്രി ഇടിവെട്ടി മഴ പെയ്തു. ത്രൂ ഔട്ട് ദ ഇയർ മഴ പെയ്യും, അത് വേറൊരു കാര്യം. ഇപ്പോൾ സ്പ്രിങ് ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ മഴ പെയ്യും. അപ്പോൾ മഴ പെയ്യുമെന്ന് മാത്രമല്ല, വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ലാത്ത വെതറാണ് ഇവിടുത്തേത്. കുറേ നാളത്തേക്ക് ലോങ് വിൻ്ററും ഷോർട്ട് സമ്മറും ഉള്ള പോലെ തോന്നുന്നു. കാരണം ഇതൊക്കെ സമ്മറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോഴത്തെ ഒരു വെതർ എന്നൊക്കെ പറഞ്ഞാൽ. എന്നാലും സ്റ്റിൽ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാനോ, തണുപ്പാകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ, ലൈഫ് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാനോ പറ്റില്ല. വെതറിനെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ. പിന്നെ നമ്മൾ ആ വെതറിൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ഹൈക്കിങ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഹൈക്കിങ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർക്ക് വെതറൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ വിൻ്ററിൽ ഹൈക്ക് ചെയ്യും, സമ്മറിൽ ഹൈക്ക് ചെയ്യും, സ്പ്രിങ്ങിൽ ഹൈക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ വെതറിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഒരു 2-3 മാസം, ഒരു മേ ബി ഡിസംബർ തൊട്ട് ഫെബ്രുവരി അല്ലെങ്കിൽ നവംബർ തൊട്ട് ഫെബ്രുവരി അങ്ങനെയുള്ളൊരു ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്രിട്ടിക്കലായിട്ടുള്ള ടൈം പീരീഡാണ്. നല്ലപോലെ ഇരുട്ട്, ഒരു 3:30 ആകുമ്പോൾ ഇരുട്ടാകും. അത് രാവിലെ 8 മണി വരേക്ക് ഇരുട്ടായിരിക്കും. അപ്പോൾ നൈറ്റ് കൂടുതലും ഡേ കുറവുള്ള ടൈമാണ്. ആ ഒരു ടൈമിൽ അവർ ടൈം ബാക്കിലേക്ക് എടുക്കും. എന്നിരുന്നാൽ കൂടിയും നൈറ്റ് കൂടുതൽ, ഡേ കുറവ്. അപ്പം നമുക്ക് സൺലൈറ്റുമായിട്ടുള്ള എക്സ്പോഷർ കുറവ്. ലൈറ്റ് കുറയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിലേക്ക് ഒരു ഡിപ്രസീവ് തോട്ട്സ് പോലെ വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും തന്നെ ഡിപ്രഷൻ ഡയഗ്നോസ്ഡാണ്. അവരൊക്കെ തന്നെ മെഡിസിൻ എടുക്കണം ഡിപ്രഷൻ. അപ്പോൾ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ളൊരു വെതർ. എനിക്ക് തോന്നുന്നു വേറെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ കുറവാന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്. പക്ഷേ ഇരുട്ടിൻ്റെ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും വേഴ്സായിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തെ ഇരുട്ട്, കാറ്റ്, ചാറ്റൽ മഴ, അതിൻ്റെ കൂടെ തണുപ്പ്, ഈ കോമ്പിനേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ്സ് സോ ബാഡ്. വെതറിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തോന്നുന്നു സാലറി. ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഒരു അവറിന് നമ്മുടെ UK ഇരട്ടി സാലറി ഉണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അതിൽ നിന്ന് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ എത്ര കിട്ടും, സേവ് ചെയ്യാനല്ല നമ്മുടെ ലൈഫ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് എത്ര കിട്ടും, അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന, അവിടെ കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്ന, സാലറി കിട്ടി റെഗുലറായിട്ട്
ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന വരവ് ചെലവുകളൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന ആരെങ്കിലുമായിട്ട് നമുക്ക് ചോദിക്കണം. ജെനുവനായിട്ട് പറയുന്നവരോട് ചോദിച്ചാലേ കാര്യമുള്ളൂ. ചിലർ എക്സാഗ്രേറ്റ് ചെയ്ത് പറയും, ചിലർ കുറച്ച് പറയും. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അഭിപ്രായം കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് സാലറി അത്യാവശ്യം ഉണ്ടെങ്കിൽ എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടുള്ള രാജ്യത്താണെങ്കിലും നമ്മുടെ മലയാളികൾ പിടിച്ചു നിൽക്കും. അപ്പോൾ UK വിട്ടു പോകാനായിട്ടൊരു കാരണം നമ്മൾ വെതർ പറയുന്നു. അപ്പോൾ സാലറി ഇവിടെ കുറവായതുകൊണ്ടും ഓസ്ട്രേലിയയിൽ സാലറി കൂടുതലായതുകൊണ്ടും ആയിരിക്കണം ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു UK അത്രയും ടാക്സ് പിടിക്കുന്ന രാജ്യം അല്ലെന്ന് തോന്നുന്നു ഓസ്ട്രേലിയ. എക്സ്പെൻസ് എങ്ങനെ പോയാലും ഉണ്ടാകും. അത് ഏത് രാജ്യത്തിൽ നിന്നാലും നമുക്ക് എക്സ്പെൻസ് കൊടുക്കണം. ഈവൻ ഇന്ത്യയിൽ പോലും നമ്മൾ ഒരുപാട് എക്സ്പെൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി എല്ലാം നമ്മൾ എല്ലായിടത്തും പേ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതെൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ ഇലക്ട്രിസിറ്റിക്കും കറണ്ടിനും നമ്മൾ കൊടുക്കുന്ന പോലെയല്ല ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ വേറെ എക്സ്ട്രാ കൗൺസിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പല ടാക്സുകൾ കൊടുത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ വരവ് ചിലവ് എങ്ങനെയാണെന്ന് അവിടെ കറക്റ്റായിട്ട് അവിടെ വീഡിയോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരോടോ ചോദിച്ചാൽ, ജെനുവനായിട്ട് പറയുന്നവരോട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും സാലറിയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തേക്കാളും ഡബിൾ സാലറി അവിടെ ഉണ്ട്. എക്സ്പെൻസ് കുറവാണെന്നും ടാക്സ് കുറവാണെന്നുമാണ് പൊതുവെയുള്ള ജനസംസാരം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹൗസിംഗ് ഒക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിൽ. കാരണം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഡൊറോത്തി മദാമ്മയുടെ കാലത്തുള്ള വീടുകൾ പോലത്തെ വീടുകളാണ് മിക്കതെന്നാണ്. ഇൻറ്റീരിയർ സൈഡിൽ നമുക്ക് സെറ്റപ്പ് നല്ലതാണ്. മീൻസ് ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന വീടുകളുടെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പലതും എന്താ പറയുക, ഡൊറോത്തി മദാമ്മയുടെ കാലത്തുള്ള വീടുകൾ, ഒരു പ്രേതബാധ പിടിച്ച വീടുകൾ പോലെയൊക്കെയാണ് നമുക്ക് അകം കണ്ടാൽ തോന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കോസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ നമുക്ക് കാണുമ്പോൾ എല്ലാം ഇപ്പോൾ പലതാണെങ്കിലും നമ്മുടെ വോളുകളാണെങ്കിൽ തടി വെച്ചിട്ടുള്ളതാണ്, ഫ്ലോർ തടി വെച്ചിട്ടുള്ളതാണ് പല വീടുകളുടെ. നമ്മുടെ നാട്ടിലെ പോലെ കോൺക്രീറ്റ് നമുക്ക് പണിതുയർത്താൻ പറ്റിയൊരു സ്ഥലമല്ല UK. അപ്പം നമുക്ക് വീടുകളെല്ലാം തന്നെ ഒരേ സ്ട്രക്ചറിലാണ് പണിത് വെച്ചേക്കുന്നത്. ഇപ്പം എൻ്റെ വീട് നിൻ്റെ വീട് തമ്മിൽ വലിയ വ്യത്യാസമില്ല. വലിയൊരു കാശുകാരൻ്റെ വീടും കാശില്ലാത്തൊരാളുടെ വീടും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൂമുകളുടെ നമ്പർ കൂട്ടി കാണിക്കാൻ പറ്റും. ഇപ്പോൾ 4 BHK 5 BHK എന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നിരുന്നാൽ കൂടി നാട്ടിലെ പോലെ വീടിൻ്റെ ഒരു പോഷ് കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. അതൊരു പരിധി വരെ ഒരു റീസൺ അല്ല, എന്നിരുന്നാലും ഒരു റീസൺ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പോയി ഇവിടെയുള്ള പലരും വലിയ വലിയ മണിമാളികളൊക്കെ പണിതിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ ഞാൻ പലപ്പോഴും നടന്നു വരുമ്പോൾ ആലോചിക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ വില കൂടിയ കാറുകളാണ് റോഡിൻ്റെ സൈഡിൽ വെറുതെ കിടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പാർക്കിംഗ് സ്പേസ്, അതായത് നമുക്ക് എല്ലാ വീടുകൾക്കും തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അത് നമുക്കൊരു ട്രെൻഡാണ്. കാറില്ലാത്ത വീടുകളിൽ പോലും കാർ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ കാർ പാർക്കിംഗ് ഉണ്ട്. ചില വീടുകൾക്കുണ്ട്, പോഷായിട്ടുള്ള വീടുകൾക്ക് ഒരു പർട്ടിക്കുലർ കാർ പാർക്കിംഗ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ നടക്കുന്ന വഴികളിൽ കൂടെയൊക്കെ നിറച്ച്, അതായത് ഒരു ഹൗസിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള റോഡായിരിക്കും ചിലപ്പോൾ അവരുടെ പാർക്കിംഗ് സ്പേസ്, അല്ലെങ്കിൽ ബാക്ക് യാർഡിലുള്ളൊരു ഒരു പർട്ടിക്കുലർ സ്പേസ് ആയിരിക്കും അവരുടെ പാർക്കിംഗ് സ്പേസ്. അതിന് പ്രത്യേകിച്ച് ഷെഡോ കാറിന് കവറിങ്ങോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ കാറ് പൊതിഞ്ഞു മൂടി സൂക്ഷിക്കുന്ന ഒരു ട്രെൻഡേ ഇവിടെയില്ല. എല്ലാ കാറുകളും പല വില കൂടിയ നമ്മുടെ പറയുന്ന BMW, Audi എന്താണെങ്കിലും വെറുതെ വഴി കൂടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് റീസൺസ് എന്ന് UK വിട്ട ആൾക്കാർ. UK ഒരു ഡിയറസ്റ്റ് പ്ലേസ് അല്ലാതെ ആളുകൾക്ക് തോന്നുന്നത്. എൻ്റെ റീസൺ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് മൂവ് ഔട്ട്, ഇത്രയും മൂവിങ് വരുന്നതിൻ്റെ റീസണും ഇത് തന്നെ ആകാം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡിലൊന്ന് റീസൺസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് മൈൻഡിൽ വേറെ പോയിന്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓൾ കമൻറ്റ്സ് ആർ വെൽക്കം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.